നമ്മളെല്ലാവരും ഈ ഗെയിം ഒരു തവണയെങ്കിലും കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഗെയിം ഇവിടെ വെച്ച് സ്റ്റെക്ക് ആവുകയാണ് ചെയ്യണത്, അല്ലെങ്കിൽ ആ ഗെയിം അവിടെ വെച്ച് തീരുവാണ് ചെയ്യണത്. പക്ഷെ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വൈറൽ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണത്, അല്ലെങ്കിൽ പുതിയൊരു ഹൈ സ്കോറിലേക്ക് എത്തണത്. അപ്പോൾ അതിന് പാടല്ലേ? നമ്മൾ ജസ്റ്റ് ചെറിയൊരു മിസ്റ്റേക്ക് വരുമ്പോൾ തന്നെ സ്റ്റെക്ക് ആവും. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ഫസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ നോർമലി ഇത് കാണുന്നത് കറണ്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടർ ലാബിലിരിക്കുമ്പോൾ കറണ്ട് പോകുമ്പോൾ അപ്പോഴൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. ബ്രൗസറിൽ നെറ്റില്ലാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഡൈനോ ഗെയിം ഓൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് മാനുവലി എങ്ങനെ ചെയ്യാം? ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നമുക്ക് ഈ ഒരു സംഭവം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡൈനോ ഗെയിം ഓപ്പൺ ആക്കാൻ പറ്റും. ഒരു പുതിയ ടാബ് എടുത്തിട്ട് ആ സംഭവം പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈനോ ഗെയിം നമുക്ക് കിട്ടും. പിന്നെ വേറൊരു ഓപ്ഷനും കൂടെ ഉള്ളത്, നമുക്ക് ജസ്റ്റ് ഈ ഒരു നോ ഇൻ്റർനെറ്റ് ഒന്നും വരാതെ, ഇതൊന്നും വരാതെ ജസ്റ്റ് ഡയറക്റ്റ് ഗെയിം മാത്രം വന്നെങ്കിൽ ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആ ഗെയിം മാത്രം കിട്ടും. താഴെ മറ്റേ ആ എററൊന്നും വരില്ല. പിന്നെ ഉള്ളത് ഇതെങ്ങനെ നമുക്ക് മാക്സിമം ഇൻഫിനിറ്റിയിലേക്ക് പോകാമെന്നുള്ളതാണ്. റൈറ്റ് മൗസ് ബട്ടൺ നോക്കിയിട്ട് ജസ്റ്റ് ഇൻസ്പെക്ട് ക്ലിക്ക് ചെയ്താൽ മതി. ഇൻസ്പെക്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ കൺസോളിലേക്ക് പോവാം. കൺസോളിലേക്ക് പോയിട്ട് നമുക്ക് ഈ ഒരു ഗെയിം, ഈ ഒബ്സ്റ്റക്കിൾ ഹിറ്റാകുമ്പോൾ ഗെയിം തീരുവാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ ഒബ്സ്റ്റക്കിൾ ഹിറ്റാകുമ്പോൾ ഗെയിം തീരണ്ട. അപ്പോൾ ഈ ഗെയിം ഓവർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മളൊരു empty ഫംഗ്ഷനായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഡൈനോ ഇതിൽ ഹിറ്റാകുമ്പോൾ ഒന്നും പറ്റില്ല, ജസ്റ്റ് അത് നേരെ മൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റണ്ണർ ഡോട്ട് പ്രോട്ടോടൈപ്പ് ഡോട്ട് ഗെയിം ഓവർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, അത് ഓൾറെഡി ഇതിലുള്ള ഫംഗ്ഷനാണ്. അത് നമ്മളൊരു empty ഫംഗ്ഷനായിട്ട് കൊടുക്കുകയാണ്, ഒരു empty ആരോ ഫംഗ്ഷനായിട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് എൻ്റർ ചെയ്യുക, എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക, ഒന്ന് കളിക്കുക. അത് ഹിറ്റാകുമ്പോൾ ഗെയിം തീരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കിയാൽ സ്കോർ നോക്ക്, സ്കോർ ഇപ്പോൾ ഓൾറെഡി 4500 ആയി. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഈ ഒരു റിയലിസ്റ്റിക് ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു മൂവ്മെൻ്റ് ഒന്നും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ശരിക്കും നമ്മൾ കളിക്കുന്ന പോലെ കാണിച്ചു കൊടുത്താൽ മതി. പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ഓൾറെഡി ഒരു കോഡ് റണ്ണിങ് ആണ്. അപ്പോൾ അതിൻ്റെ പേരിലാണ് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. കറൻ്റ് ഐ ആം റണ്ണിങ് ഔട്ട് ഓഫ് ഐഡിയാസ് ടു മേക്ക്. അപ്പോൾ ജസ്റ്റ് ഞാനിതൊരു കറൻ്റ്ലി പുതിയൊരു യൂട്യൂബിലിട്ടൊരു വീഡിയോ ആണ്. ഡൈനോ ഹാക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആൾക്കാരിങ്ങനെ കുറേ ഇട്ടിട്ടുണ്ട്. ഇത് നോക്കിയത് 3 മിനിറ്റ്, പിന്നെ 4 മിനിറ്റ്. ഈ 3 മിനിറ്റിൻ്റെ വീഡിയോസ് നമ്മൾ കാണേണ്ട കാര്യമില്ല. ആ ഒരു 10 സെക്കൻഡിൻ്റെ കാര്യമാണ് ഇവർ പറയണുള്ളൂ.